ഹലോ ഗൈസ്, അപ്പം ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് പാലക്കാട് ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ മലമ്പുഴയിലാണ്. ഇവിടെ പ്രത്യേകിച്ച് കാണാനുള്ളത് എന്താണെന്ന് വെച്ചാൽ മലമ്പുഴ ഡാം, മലമ്പുഴ ഉദ്യാനം, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ കാണാൻ നമുക്കൊന്ന് കണ്ടുനോക്കിയാലോ. അപ്പോൾ നമ്മൾ ഡാമിനകത്ത് കയറിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്കുള്ള ടിക്കറ്റ് വലിയവർക്ക് 30 റുപ്യയും, അതായത് 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് 10 രൂപയും ടിക്കറ്റ്. അതിനുള്ള മുതലുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കുറേ സംഭവങ്ങൾ കാണാണ്ട്, ഡാമും അതുപോലെ മറ്റു കാഴ്ചകളും പിന്നെ റോപ്പ് വേ, അങ്ങനെ ഒരുപാട് ബോട്ടിങ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. വാ കാണാം. കേരളത്തിലെ പാലക്കാട് ജില്ലയിലുള്ള മലമ്പുഴ എന്ന സ്ഥലത്തുള്ള മലമ്പുഴ അണക്കെട്ടിന് അനുബന്ധമായി വിനോദസഞ്ചാര വകുപ്പ് പരിപാലിക്കുന്ന പ്രകൃതി സുന്ദരമായ ഒരു ഉദ്യാനമാണ് മലമ്പുഴ ഉദ്യാനം. കേരളത്തിന്റെ പൂന്തോട്ടം എന്ന് മലമ്പുഴ ഉദ്യാനം അറിയപ്പെടുന്നുണ്ട് കേട്ടോ. നമ്മുടെ മലമ്പുഴ ഗാർഡൻ കാണുമ്പോൾ തന്നെ നമ്മുടെ പ്രകൃതിയുടെ ഒരു ഭംഗി നമുക്ക് കാണാൻ സാധിക്കും. അപ്പം മലമ്പുഴ തൂക്കുപാലത്തിൽ നിന്നും മലമ്പുഴ ഡാമിന് കുറുകെയുള്ള തൂക്കുപാലത്തുമാണ് കേട്ടോ ഞങ്ങളിപ്പോൾ ഉള്ളത്. നല്ല കാഴ്ചയാണ് കേട്ടോ അതിന് മുകളിൽ കയറിയാൽ. മാത്രമല്ല പച്ചപ്പ് നിറഞ്ഞ പുൽത്തകിടുകളും എണ്ണിയാലും തീരാത്തത്ര പുഷ്പങ്ങളാൽ നിറഞ്ഞ പൂന്തോട്ടങ്ങളും ചെറിയ കുളങ്ങൾ, അതിനോടനുബന്ധിച്ചുള്ള ഇരിപ്പിടങ്ങളും വിശ്രമ സങ്കേതങ്ങൾ ഒക്കെ കാഴ്ചക്കാരന് കുളിർമയേകുന്ന കാഴ്ചകളാണ്. അത് അവിടെ ചെന്നൊന്ന് എക്സ്പീരിയൻസ് തന്നെ വേണം. ഞങ്ങൾ പോയ ടൈമിൽ മഴ പെയ്തിട്ടുണ്ടെങ്കിലും വെള്ളം ഒരുപാട് കുറവായിരുന്നു. അതുകൊണ്ട് ഷട്ടറൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല. ആകെ ചളി പുരണ്ട പച്ച കളറിലെ വെള്ളമായിരുന്നു അവിടെ. മലമ്പുഴ ഡാം നൂൽപ്പാലത്തിന് സമീപത്തുള്ള മറ്റൊരു ആകർഷണീയമായ കാഴ്ച എന്താണെന്ന് വെച്ചാൽ കാനായി കുഞ്ഞിരാമൻ തീർത്ത യക്ഷി എന്ന വലിയൊരു സിമെന്റ് ശില്പമാണ്. തൊട്ടടുത്ത് തന്നെ ബോട്ടിംഗ് സർവീസും ഉണ്ട് കേട്ടോ. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 6 വരെയാണ് സമയം വരുന്നത്. രാവിലെ 10 മണി മുതൽ പെഡൽ ബോട്ടുകളൊക്കെ വാടകയ്ക്ക് ലഭ്യമാണ് കേട്ടോ. മാത്രമല്ല ചൊവ്വാഴ്ചകളിൽ ഇതൊക്കെ ലീവായിരിക്കും. ബോട്ടിങ്ങിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മളിപ്പോൾ ഈ കാണുന്ന ബോർഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബോട്ടിങ്ങിന്റെ അടുത്തായിട്ട് നമുക്ക് ചെറിയൊരു വെള്ളച്ചാട്ടം കാണാൻ സാധിക്കും. നല്ല രസമായിട്ട് കാണാൻ. അതിന് മുകളിലായിട്ടാണ് നമ്മുടെ റോപ്പ് വേ വരുന്നത്. നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ എന്ന് അവകാശപ്പെടുന്ന യാത്രക്കാരെ വഹിക്കുന്ന റോപ്പ് വേ മലമ്പുഴ ഉദ്യാനത്തിൻ്റെ മറ്റൊരു പ്രധാന ആകർഷണമാണ്. ഇതിൻ്റെ സമയം വരുന്നത് രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും ഉച്ച കഴിഞ്ഞ് 2:30 മുതൽ വൈകിട്ട് 8 വരെയാണ്. റോപ്പ് വേയിലുള്ള സമയം 20 മിനിറ്റാണ് നമുക്കതിൽ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. മലമ്പുഴ ഉദ്യാനത്തിന്റെ മുഴുവൻ സൗന്ദര്യവും നമുക്ക് ഈ റോപ്പ് വേ വഴി കാണാൻ സാധിക്കും കേട്ടോ. അപ്പൊ നമുക്ക് ഡാമിന്റെ മുകളിലത്തെ കാഴ്ചകൾ കണ്ടാലോ. തെക്കേ ഇന്ത്യയിലെ കേരളത്തിലെ പാലക്കാട് ജില്ലയിൽ പാലക്കാടിന് സമീപം മലമ്പുഴയിൽ ഭാരതപ്പുഴയുടെ ഒരു പ്രധാന പോഷക നദിയായ കൽപ്പാത്തി പുഴയുടെ കൈവഴിയായ മലമ്പുഴ നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ടാണ് മലമ്പുഴ അണക്കെട്ട്. മലമ്പുഴ ജലസേചന പദ്ധതിക്ക് വേണ്ടിയാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചിട്ടുള്ളത്. 1955 ഇത് നിർമ്മിച്ചിട്ടുള്ളത്. 1949 മാർച്ചിലാണ് അണക്കെട്ടിന്റെ നിർമ്മാണം ആരംഭിച്ചത്. നിർമ്മാണം പൂർത്തിയായത് 1955 ഒക്ടോബർ 9 അണക്കെട്ടിന്റെ ഉയരം വരുന്നത് 377 അടിയാണ്. നീളം വരുന്നത് 6788 അടിയാണ്. മലമ്പുഴയിൽ ഒരു അണക്കെട്ട് നിർമ്മിക്കാമെന്ന ആശയം 1914 മദ്രാസ് സർക്കാരാണ് കൊണ്ടുവന്നത്. അന്ന് പാലക്കാട് മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായിരുന്നു. 1949 മാർച്ചിൽ അന്നത്തെ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന കെ ഭക്തവത്സരം അണക്കെട്ടിന് തറക്കല്ലിട്ടു. റെക്കോർഡ് സമയത്തിൽ പണി പൂർത്തിയാക്കുകയും ചെയ്തു. അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന കെ കാമരാജാണ് 1955 ഒക്ടോബർ 9 നമ്മുടെ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്തത്. അണക്കെട്ട് കൊണ്ടുള്ള ഉപകാരങ്ങൾ എന്താണെന്ന് വെച്ചാൽ ജലസേചനം, കുടിവെള്ളം, വ്യവസായം, വൈദ്യുതി ഉൽപാദനം, മത്സ്യ വളർത്തൽ, ജലഗതാഗതം എന്നിങ്ങനെ ഒരുപാട് ഉപകാരങ്ങളാണ് നമ്മുടെ ജനങ്ങൾക്കുള്ളത്. മലമ്പുഴ അണക്കെട്ട് കേരളത്തിലെ 2ാമത്തെ വലിയ അണക്കെട്ടും ജലസംഭരണിയുമാണ്. പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ അണക്കെട്ടിന്റെ മൊത്തം വൃഷ്ടിപ്രദേശം വരുന്നത് 145 ചതുരശ്ര കിലോമീറ്ററാണ്. മലമ്പുഴ അണക്കെട്ടും ഉദ്യാനവും എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ രാത്രി 8 മണി വരെ തുറന്നിരിക്കും. മുതിർന്നവർക്ക് പ്രവേശന ഫീസ് വരുന്നത് 30 രൂപയും കുട്ടികൾക്ക് 10 രൂപയുമാണ്. ഈ കാണുന്നതാണ് കുട്ടികൾക്കായുള്ള പ്ലേ ഏരിയ. മലമ്പുഴ അണക്കെട്ടിന്റെ അടുത്ത് തന്നെയുള്ള മറ്റൊരു പ്രത്യേകതയാണ് പാമ്പ് വളർത്തൽ കേന്ദ്രം. ഇതിന്റെ പ്രവൃത്തി സമയം വരുന്നത് രാവിലെ 8 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ്. മുതിർന്നവർക്ക് 25 രൂപയും കുട്ടികൾക്ക് 15 രൂപയാണ് ഇതിലേക്കുള്ള എൻട്രി ഫീ ആയി വരുന്നത്. മാത്രമല്ല വലുതും ചെറുതുമായ ഒരുപാട് പാമ്പുകളെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ കാണുന്നതും കാണാത്തതുമായ ഒരുപാട് പാമ്പുകൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതിൽ വിഷമുള്ളതും വിഷമില്ലാത്തതും പെടുട്ടോ. പാമ്പുകൾക്ക് പുറമെ ആമകളും ഒരു മുതലയും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പാർക്കിൽ നിലവിൽ 45-ലധികം പാമ്പുകളുണ്ട്. അവയിൽ ചിലത് ഇന്ത്യൻ മൂർക്കം പാമ്പ്, റസ്ലൻ വൈപ്പർ, ക്രൈറ്റ്, പച്ചിലപ്പാമ്പ്, ചേര, ആണല്, ചുരുട്ടി, അങ്ങനെ നിരവധി പാമ്പുകൾ അവിടെ ഉണ്ട്. കൂടുതലും കാണാൻ കഴിയുന്നത് മലമ്പാമ്പുകളെയാണ്. അവിടുത്തെ എടുത്തു പറയേണ്ട ഒന്നാണ് രാജവെമ്പാലകൾ. രാജവെമ്പാലകൾക്ക് പ്രത്യേകം എയർ കണ്ടീഷൻ ചെയ്ത റൂമുകളാണ് അവർ സെറ്റാക്കിയിട്ടുള്ളത്. അങ്ങനെ മലമ്പുഴ ഡാമിൽ നിന്ന് നേരെ പാലക്കാട് ലുലുവിലേക്ക് പോയി. ലുലു കയറി അവിടുന്ന് കുറേ അതും ഇതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ നേരെ വിട്ടത് മന്തി കഴിക്കാനാണ്. നല്ല കിടിലൻ മന്തി കഴിച്ച് ഞങ്ങൾ പിരിഞ്ഞു. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം. അതിലേക്കും ടാറ്റാ, സീ യു.